ഇടതുപക്ഷത്തിന് ഉറപ്പാ. നിങ്ങൾ എഴുതി വെച്ചോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്നോട് ചോദിച്ചു. വേറെ ഉണ്ടാ ഇടതുപക്ഷത്തിന് ഗുണം കൊണ്ടല്ല, UDF ദോഷം കൊണ്ട് LDF കിട്ടും. കാരണം എന്ന് വെച്ചാൽ UDF ആരാണ് ഒരു യോജിപ്പുണ്ടാ? 5 പേരിപ്പോൾ മുഖ്യമന്ത്രിയാകാൻ നടപ്പുണ്ട് കോൺഗ്രസിനകത്ത്. ഈ തക്കം നോക്കി മുസ്ലിം ലീഗിന് എന്താണ് പ്രസിഡൻ്റ് ആയാൽ കൊള്ളാമെന്ന്, ഇവിടുത്തെ മുഖ്യമന്ത്രി ആയാൽ കൊള്ളാമെന്ന് അവർ മിണ്ടാതിരുന്ന് കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ കുഴികാലി വെട്ടിയാൻ വേണ്ടി പരസ്പരം കുഴിയും കുഴിച്ചിരിക്കുകയാണ് ഓരോരുത്തരും. എവിടെ യോജിപ്പ്? ഒരു യോജിപ്പ് ഇവിടെ ഇല്ല. പക്ഷേ പാർട്ടിയുടെ അകത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കുറേ വോട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഇപ്പോൾ BDJs ഉൾപ്പെടെ പല ഘടകകക്ഷിയിൽ ചെന്ന് NDA പഴയതിനേക്കാൾ വോട്ട് കൂടുതൽ മേടിക്കും. ഈ വോട്ട് കൂടുതൽ മേടിക്കുമ്പോൾ തകരുന്ന ആര്? നിങ്ങൾ ഒരുപാട് ശാസ്ത്രത്തൊന്നും നോക്കണ്ട. നമ്മുടെ ടീച്ചർ, ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എവിടുന്നാണ് ജയിച്ചത്? അവിടെ ജയിച്ചപ്പോൾ ഉണ്ണിയാടനോടല്ലേ ജയിച്ചത്? ഉണ്ണിയാടന് എത്ര വോട്ടിന് സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്നതല്ലേ? അന്ന് 6000 വോട്ടാണ് BJP പിടിച്ചിട്ടിരുന്നത്. ഇപ്പോൾ 28000 വോട്ട് പിടിച്ചപ്പോൾ ഉണ്ണിയാടൻ തവിടുപടി, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. അപ്പോൾ ആര് ജയിച്ചു? ഇടതുപക്ഷം ജയിച്ചു. അത് കഴിഞ്ഞ് നോക്കൂ, സജി ചെറിയാൻ, മന്ത്രിമാരുടെ പേര് സജി ചെറിയാൻ ഇവിടെ ജയിച്ചു. എവിടെ നിന്ന്? ചെങ്ങന്നൂരിൽ നിന്ന് ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളൊരു 30,000-40,000 വോട്ടല്ലേ അവിടെ പിടിച്ചത്. അതോടുകൂടി സജി ചെറിയ അവിടെ നിന്ന് സ്ഥിരം ജയിച്ചിട്ട് ഇന്ന് ആരാണ്? ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ കുണ്ടറപ്പോയാണ് ജയിച്ചത്. ഇവിടെ ഉപേക്ഷിക്കണം. ഇത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ബ്ലേഡ് അയച്ചു തന്ന ആ പാർട്ടികളാണ്. ഇപ്പോൾ ബ്ലേഡും കൊണ്ട് എങ്ങോട്ട് പോയി? മറന്നുപോയതൊക്കെ നിങ്ങളൊക്കെ കാണിച്ചത്. അവിടെ സജി ചെറിയ സ്ഥിരം സീറ്റായി മാറിയില്ലേ? വേണ്ട, തിരുവനന്തപുരത്ത് വർക്കല സീറ്റ് കഹാറ് എന്നും കൊമ്പം വീശമിച്ച് നടന്നതല്ലേ? കൊമ്പൊടിഞ്ഞു പോയില്ലേ? ഒരു BDJsകാരൻ കയറി 18,000 വോട്ട് പിടിച്ചതോടുകൂടി ആരാണ്? ഇടതുപക്ഷം ആ സീറ്റ് ഉറപ്പാക്കിയില്ലേ? ഈ ഒരു സത്യങ്ങളൊക്കെ നിലനിൽക്കില്ലേ? ഇപ്പം സാർ സംശയമുണ്ട്. ഒരു 5% ഇടതുപക്ഷത്തിന് പിടിക്കുമെങ്കിൽ 25% UDF പിടിക്കും. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിടിക്കുമെന്നോ പിടിക്കില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. അവർ 20 പിടിക്കുമെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് വിശ്വാസമില്ല. പെർസെൻറ്റേജ് ഓഫ് വോട്ട് അവർ കൂട്ടുപിടിക്കും. പക്ഷേ സീറ്റ് എത്ര കിട്ടും എന്നുള്ളതിനെ പറ്റി പറയാനൊന്നും നമുക്ക് സാധിക്കില്ല. ഇനി സമയം കിടക്കുന്നില്ലേ? അതെ, അത് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്, ഞാനല്ല. പക്ഷെ നിങ്ങളൊന്നൊരു കാര്യം ആലോചിക്കണം. ഞാനൊരു പാവം പിടിച്ചവർ ആദ്യം ജയിച്ച് എൻ്റെ ഗുണം കൊണ്ടാണ്. ആ എതിരാളിയുടെ ദോഷം കൊണ്ട് ഞാൻ ജയിച്ചതാണ്. ശിവഗിരിയിൽ എതിരാളികൾ എന്ന് പറയുന്നത് അശേഷം കൂടിയിട്ടില്ല. അതായത് ജനകോടതി വരാൻ ഇവർക്ക് ആർക്കും ധൈര്യമില്ല. അവരെല്ലാം ജനകോടതി വാ. ഈ 30 കൊല്ലമായ ഞാൻ അവർ തവിട് പൊടിയായി കാണിച്ചു തരാം. പക്ഷെ ജനം എൻ്റെ കൂടെ ഉണ്ട്. കാരണം ഞാൻ ജനത്തോടൊപ്പം. നിങ്ങൾ പണ്ട് ജനത്തിന് എന്ത് കൊടുത്തു? ഈ പ്രസംഗവും പത്രമുറിയും ചാപ്പാടടിയെല്ലാം ഉണ്ടായിരുന്നുണ്ട്. ഞാൻ എത്രയോ കോടിയുടെ സഹായ സഹകരണങ്ങൾ സമുദായത്തിന് ചെയ്ത് കൊടുത്തു. 24 മണിക്കൂറും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് 88ാമത്തെ വയസ്സായിട്ട് പോയി നടക്കുകയാണ് ഞാനിങ്ങനെ. അതുകൊണ്ട് ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അതിനൊന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ഈ പലിശ രാജാവ് കാശ് മുടക്കി എത്ര കേസാണ് കൊടുത്തിരിക്കുന്നത്? ഇന്ന് 27-ാം തീയതി അടുത്ത കേസുണ്ട്. കാരണം ഇതിനെല്ലാം ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കോടതിയിൽ. പക്ഷെ ജനകോടതി വന്നാൽ കെട്ടിവെച്ച കാശ് ആർക്കും കിട്ടുകയില്ല.